തിരുവനന്തപുരത്ത് നഗരമധ്യത്തിൽ വഞ്ചിയൂരിൽ നടന്ന കൊലപാതക കേസിൽ മുഖ്യപ്രതി പ്രദീപ് ഉൾപ്പെടെ 4 പേരെ പിടികൂടിയിരിക്കുന്നു. പുലയനാർ കോട്ടയ്ക്ക് സമീപത്തെ കാട്ടിനുള്ളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇവരുപേക്ഷിച്ച കാറും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഗോപാൽ ശിലാസനലുണ്ട്. ഗോപാൽ, നഗരമധ്യത്തിൽ പട്ടാപ്പകലെ കൊലപാതകം എല്ലാവരെയും നടുക്കിയതാണ്. പക്ഷേ രാത്രിയാകും മുൻപ് തന്നെ പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചു. എവിടെയാണ് പ്രതികൾ ഒളിച്ചിരുന്നത്? എന്തായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം? ഡോക്ടർ അരുൺ, പ്രതികൾ ഒളിച്ചിരുന്നത് ഈ കാർ ഉപേക്ഷിച്ച പുലയനാർ കോട്ട ആ ഭാഗത്ത് തന്നെയുള്ള ഒരു കാടുള്ളൊരു പ്രദേശമുണ്ട്. തൊട്ടടുത്തായി തന്നെയാണ്. ആ കാടിനുള്ളിലാണ് ഈ 4 പേരും ഒളിച്ചിരുന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഈ കാറിൻ്റെ അടുത്ത് നിന്ന് ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി നേരെ ഓടിക്കേറിയത് ആ കാടിന് സമീപത്തേക്കുള്ള പ്രദേശങ്ങളിലായിരുന്നു. ഇതോടുകൂടി തന്നെ പോലീസിന് ഏറെക്കുറെ ഒരു ഉറപ്പുണ്ടായിരുന്നു ഈ പ്രതികൾ മറ്റെങ്ങോട്ടേക്ക് പോയി കാണില്ല. കാരണം അതിനുള്ള സമയമായിരുന്നില്ല. തുടർന്ന് അവിടെ നടത്തിയ വിശദമായ തെരച്ചിലാണ് പ്രതികളെ 4 പേരെയും പ്രദീപ് അടക്കം 4 പേരെ പിടികൂടിയിട്ടുള്ളത്. ഈ 4 പേരെയും നിലവിൽ AR ക്യാമ്പിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. 6 മാസം മുമ്പുണ്ടായ ഒരു വ്യക്തിവൈരാഗ്യം അല്ലെങ്കിൽ ഒരു അതിർത്തി തർക്കമാണ് ഇത്ര വലിയ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. ഈ പ്രദീപും വിശാഖും അയൽക്കാരായിരുന്നു. വിശാഖ് ഏതാനും മാസങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ഡിസംബറിൽ, ഈ പ്രദീപിനെ പരിക്കേൽപ്പിക്കുകയും പ്രദീപിന്റെ അമ്മയെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ ദീർഘനാൾ പ്രദീപ് ചികിത്സയിലൊക്കെ ആയിരുന്നു. ആ ചികിത്സയ്ക്കൊക്കെ ശേഷമാണ് ഇന്ന് ഉച്ചയോടുകൂടി ആസൂത്രണം ചെയ്ത്, കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ. കാറിൽ 4 പേർ എത്തുന്നു. തുടർന്ന് അമ്മയെ കാണാൻ വീട്ടിലേക്ക് എത്തിയ വിശാഖിനെ വലിച്ചിറക്കി റോഡിലിട്ട് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. സാരമായ പരിക്ക് ഇതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഉടൻ തന്നെ ഈ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എന്താണെങ്കിലും ഇപ്പോൾ പ്രതികൾ ആശുപത്രിയിൽ AR ക്യാമ്പിലാണ് ഉള്ളത് എന്നതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. ഡോക്ടർ അരുൺ. ഗോപാൽ ശിലാസനാണ് വിവരങ്ങൾ നൽകിയത്. ആ കാറ് അവിടെ കിടക്കുന്നത് ഇതാണ് അപകടത്തിൽ ഈ പ്രതികൾ ഉപയോഗിച്ചത്. കൊലപാതകത്തിൽ പ്രതികൾ ഉപയോഗിച്ച കാറിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് പുലയനാർ കോട്ടയിൽ ആണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ കാർ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ആ സ്ഥലത്തിന് തൊട്ടടുത്ത് ചെറിയൊരു കാടുമൂടിയ പ്രദേശമുണ്ട്. അവിടെ നിന്നാണ് ഈ 4 പ്രതികളെയും പോലീസ് ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും കസ്റ്റഡിയിലെടുത്തത്. വഞ്ചിയൂരിൽ പട്ടാപ്പകലായിരുന്നു നഗരത്തെ നടുക്കിയ അരുൺ കൊല നടന്നത്. താങ്ക് യു ഗോപാൽ.